പൂക്കോയി പൊലയാടി മോനെ. എന്താ മറ്റേ ആട് തോമേല ഞാൻ ചോദിക്കണം വിചാരിച്ചാ മറന്നുപോയി. റോൾ മോഡൽ ഉണ്ടോ ആരെങ്കിലും? ഉണ്ട് ഉണ്ട് ഉണ്ട്, ആറാട്ടുണ്ട്. കാര്യമായിട്ട് പറ. ആക്ടിങ്ങില് അതെ പറയാം. ചോദിക്കും പറഞ്ഞു. റോൾ മോഡല് എനിക്കിഷ്ടം ഇന്ദ്രൻസിനാണ്. ഇന്ദ്രൻ ചേട്ടന് എന്തുകൊണ്ടാണ്? കാര്യം പുള്ളി വന്നത് ആദ്യം മുതൽ എടുത്തു നോക്കാം. ശരിയല്ലേ? ശരി ശരി. ചില നടന്മാരുടെ തല്ലലും പിടിക്കലും അതിനകത്ത് ഒരുപാട് കളിയാക്കല് അതാ പറഞ്ഞത്. അതായത് കളിയാക്കലും കാര്യങ്ങളും എടുത്ത് ഇന്ന് പുള്ളി ദേശീയ അവാർഡ് മേടിച്ച മനുഷ്യനാണ്. ശരിയാ ശരിയാ. സിനിമയിലെ അഭിനയം നമുക്ക് അതല്ലേ ഞാൻ പറഞ്ഞത്. ഓമിൽ ശരിക്കും പറഞ്ഞാൽ അവാർഡ് കൊടുക്കേണ്ട എന്തോ വിഷയം വന്നുകൊണ്ട് പോയതാ. പക്ഷെ ഇന്ദ്രൻസിനാണ് ഞാൻ റോൾ മോഡൽ ഉണ്ടാക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളി ആ വന്ന സമയം പോലെ എടുത്ത് നോക്കിയാൽ മതി. ഒരുപാട് ആൾക്കാർ കളിയാക്കി ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടിനും മേളിലായി പുള്ളി. കാരണം അത്ര വലിയ അവാർഡൊക്കെയാണ് പുള്ളി മേടിച്ചണം. അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല എന്നാലും ഞാൻ പറഞ്ഞതാ, ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. എനിക്ക് ആരും പേടിയൊന്നുമില്ല. എനിക്ക് ലാലേട്ടൻ. കാര്യം എന്താ വെച്ചാൽ അയൽവാസി ആയതുകൊണ്ട്. തേവരിലെ വീട് ഫാൻസിന് ഉണ്ട്. പുള്ളിക്ക് വേണ്ടി തല്ലാൻ കൊണ്ടുണ്ട്. ലാലേട്ടന് വേണ്ടി തല്ലാൻ കൊണ്ടുണ്ട് ഫ്ലെക്സിന്റെ കേസിലൊക്കെ. ലാലേട്ടന്റെ ഒരു അടിപൊളി ഡയലോഗ് പറയാമോ? ഒരു അടിപൊളി ഡയലോഗ് പറയാമോ? പൂക്കോയി പൊലയാടി മോനെ. എന്താ മറ്റേ ആട് തോമേല ആട് തോമേല ഡയലോഗാ. അല്ല അത് ആട് തോമ സ്പടികത്തിൽ അല്ല എന്തുകൊണ്ടാണ് പെട്ടെന്ന് അത് സ്പടികം എപ്പോഴും മനസ്സിൽ കിടക്കുന്ന സ്പടികമാണ്. മോഹൻലാലിന്റെ പെട്ടെന്ന് ഞാൻ ഒരു സിനിമ മാത്രം മനസ്സിൽ കേട്ടിട്ടുള്ളൂ, അത് സ്പടികമാണ്. അല്ല ഞാൻ സാധാരണ ലാലേട്ടന്റെ ഡയലോഗ് പറയുമ്പോ വേറെ പല ഡയലോഗുകളാണ് ആളുകൾ പറയാറ്. ആദ്യമായിട്ടാണ് ഈ ഒരു ഡയലോഗ് പറയുന്നത് കേൾക്കുന്നത്. വൈരാഗ്യ ബുദ്ധി കുറച്ചുണ്ട്. അത് ഒരാളെ തല്ലൊന്നുമില്ല. എന്താ പറയാ, നമ്മള് അല്ല ഒരാളെ ഉപദ്രവിക്കണമൊന്നുമില്ല. നമ്മള് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. നമ്മളെ ഉപദ്രവിച്ചെങ്കിൽ അവർക്ക് നല്ലത് കിട്ടുക. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഫീൽ ചെയ്യും, പെട്ടെന്ന് ഇതാവുന്ന ആളാ.